ദുനിയാവിലെ ദോഷങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ആളുകള് അവര് റബ്ബിനോട് അവരുടെ പ്രശ്നം അവതരിപ്പിച്ചിട്ടില്ല, തൗബ അവര് ചെയ്തിട്ടില്ല, ഇസ്തിഗ്ഫാർ അവരിൽ നിന്ന് നടന്നിട്ടില്ല. ഇതൊന്നും സംഭവിക്കാതെ മരണപ്പെട്ടു പോയ ആളുകളില്ലേ, വനാദാ മാലികൻ ഖുദ് മൻ നസാനി ഫഇന്നിൽ യൗമ ലസ്തു ലഹും മഖീലൂ. മാലികേ അവരെ പിടിച്ചോ, തെറ്റുകൾ ചെയ്തിട്ട് പൊന്തം വിട്ട് ആർമാദിച്ച് ദുനിയാവിൽ നടന്നവളാണ് അവള്. അവളെ പിടിച്ചോ മാലിക്കേ, അവളെ പിടിച്ച് നരകത്തിലേക്ക് എറിഞ്ഞോ. മാലിക് അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. ആരാ മാലിക് അലൈഹിസ്സലാം? നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. പിടിച്ചോ മാലിക്കേ, അല്ലാഹ് നിർദ്ദേശം കൊടുക്കുന്നു. കാരണം എന്തേ? മന്നസാനി, ദുനിയാവിലെ ജീവിതത്തിൽ എന്നോട് തെറ്റ് ചെയ്തവരാ. അതേ സമയത്ത് തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്താലോ, അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, അവരെ പിന്നെ ദോഷികൾ എന്ന് പറയില്ലല്ലോ. തെറ്റു ചെയ്ത ആളുകൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ദോഷികൾ എന്ന് പറയില്ലല്ലോ. ആ തൗബ സംഭവിക്കാതെ പോയവരാണവര്. അങ്ങനെ ഒരു തൗബ പോലും ചെയ്യാതെ മരണപ്പെട്ടവരാണവര്. അതുകൊണ്ട് പിടിക്കുമാലിക്കേ അവരെ എന്ന് റബ്ബ് പറയുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഫഇന്നിൽ യൗമ ലസ്തു ലഹും മഖീലൂ. ഇന്നത്തെ ദിവസം ഈ അഹങ്കാരികളായി ജീവിച്ച ആളുകളില്ലേ, അവർക്ക് ഇസ്തിഗ്ഫാർ ബാധകമല്ല, അവർക്ക് തൗബ ബാധകമല്ല, അവർക്ക് തറാവീഹ് ബാധകമല്ല. അതേ റമളാനിന്റെ പകലും രാത്രിയുമൊക്കെ മുഅ്മിനീങ്ങള് ഇബാദത്തിലായി കഴിഞ്ഞ് നെടുവീർപ്പിട്ട് നെഞ്ചത്തൊഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊന്നും ബാധകമല്ലാതെ പൊന്തം വിട്ട് മറ്റുള്ളവരോടൊപ്പമോ അല്ലാതെയോ അന്യപുരുഷന്മാർക്കിടയിൽ ഊരു ചുറ്റിയവരില്ലേ? എന്തിന്റെ പേരിലാണെങ്കിലും റമളാനാണെന്നുള്ള ബോധമില്ലാതെ നടന്നവരല്ലേ. ലസ്തു ലഹും മഖീലൂ, എന്നിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തസാബുഹും അവർ പ്രതീക്ഷിക്കണ്ട. ഞാൻ അവർക്ക് ഒരു വിധത്തിലുമുള്ള സാവകാശമോ ഒരു വിധത്തിലുമുള്ള എക്സ്ക്യൂസുകളോ വിട്ടുവീഴ്ചകളോ കൊടുക്കുന്നതല്ല.